ഇന്ന് നമ്മൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കരിക്കിൻ ജ്യൂസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കരിക്കിൻ ജ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് സമയത്തും നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കരിക്കിൻ ജ്യൂസ് ഉപയോഗിക്കാം. എല്ലാവരും ദാഹമൊക്കെ വരുമ്പോൾ കരിക്ക് വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ കരിക്കിൻ്റെ ഇതിൻ്റെ കാമ്പ് കൊണ്ടും പിന്നെ ഇതിൻ്റെ വെള്ളം കൊണ്ടാണ് നമ്മൾ കരിക്കിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ 2 കരിക്ക് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിൽ ഇടേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഏലക്കായ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇതൊക്കെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. 2 ഏലക്കായ ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കരിക്ക് എടുത്തിട്ടുണ്ട്, കരിക്കിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്, നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അടിക്കാം. ഈ കരിക്കിൻ്റെ ഇത് ജാറിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് കരിക്കിൻ്റെ വെള്ളം ഒഴിക്കും. പിന്നെ 2 ഏലക്കായ ഇടാം. എന്നിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ. ഇതൊന്ന് അടിക്കാം. ഇതിൽ മധുരം കുറവുണ്ടെങ്കിൽ ചില കരിക്കിന് നല്ല മധുരം ഉണ്ടാവും, ചില കരിക്കിന് മധുരം കുറവാകും. അങ്ങനെ മധുരം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനായിട്ടാ. ചിലർക്ക് ഷുഗർ ഒക്കെ ഉള്ളവരുണ്ടാവും, അപ്പോൾ അവർക്ക് മധുരം വേണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത്തിരി മധുരം ആവശ്യമുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടത്. അതുപോലെ തന്നെ ഓപ്ഷനായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരു ഐസിൻ്റെ കഷ്ണം, ഐസിൻ്റെ വെള്ളമോ കഷ്ണം ഒരു തുണ്ട്. ചിലവർക്ക് ഇത്തിരി ഐസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ. അതല്ലാതെ തന്നെ ഇതുപോലെ വെറുതെ. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കരിക്കിൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് പ്രായക്കാർക്കും കുടിക്കാവുന്ന ആരോഗ്യകരമായ ഒരു പാനീയമാണ്. അപ്പം നമ്മൾ ഇത് ഏറ്റവും സ്വാദിഷ്ടമായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കണേ. ഇത് നമ്മൾ രുചിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ രുചിച്ച് നോക്കുന്നതിനായിട്ട് ഞാൻ അമ്മൂന് കൊടുക്കണം. അമ്മ അതിൻ്റെ അഭിപ്രായം പറയാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പം സൂപ്പറായിട്ടുണ്ട്. ഞാൻ കുടിച്ചു നോക്കി. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ നന്ദി. നമസ്കാരം. ലീനൻചെ നാട്ടിക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. Thank you for watching.